ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നതേ നമ്മുടെ കുക്കുംബർ ചെടിയുടെ അടുത്താണേ. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഇവരിങ്ങനെ ചവിട്ടിന്ന് വളർന്ന് കയറി പടർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ ടെറസിലാണെങ്കിൽ പടർത്താനായിട്ട് ഇതുപോലത്തെ കയറുകൾ കെട്ടിക്കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അതിലും കൂടുതൽ ശിഖരങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കിന് അപ്പം ഞാൻ ഇതുപോലൊരു ഓലയുടെ കമ്പ് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അതേക്കിടെ കയറിയിട്ട് അവരവിടെ എവിടെയൊക്കെ ഉടക്കി പിടിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കിട്ടും. അപ്പോൾ അതുവഴി പിന്നെ കയറിപ്പോക്കോളും. അങ്ങനെ നിൽക്കുവാണേ. അപ്പം ഞാനൊരു കാര്യം കാണിക്കാവേ. ഈ ചെടിയുടെ ചുവട്ടിലോട്ടൊന്ന് വന്ന് നോക്കി. ഇത് കണ്ടോ, ഇതുപോലെ വേര് തെളിഞ്ഞ് തെളിഞ്ഞ് വരുവേ. ഇങ്ങനെ വേര് തെളിഞ്ഞ് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാലത്തെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ചെടിക്ക് വളർച്ച കുറയും, അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന വിളവ് കുറയും. ചിലപ്പോഴാണെങ്കിൽ ഇതേപോലുള്ള ചൂടൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ചെടി തന്നെ ഉണങ്ങിപ്പോകാം. അപ്പം നമുക്ക് ഇവർക്കൊരു മണ്ണ് കൂട്ടി കൊടുക്കണം. ഇവർക്ക് മണ്ണ് കൂട്ടി കൊടുക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണേ. കുക്കുംബർ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇവർ നല്ല പോലെ വളം വേണ്ട ചെടികളാണ്. അപ്പം ഇവർക്ക് വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയും കൊടുക്കുവാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമാണ്. എല്ലാ ആഴ്ചയും കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വളം ചെയ്യണേ. അപ്പം ഞാൻ ഇവർക്ക് മണ്ണ് കൂട്ടുന്നൊരു രീതി കാണിച്ചു തരാം. വാ, ഇതിൻ്റെ ഈ ചുവട് ഭാഗത്തുള്ള 1-2 ഇലകൾ ഞാനങ്ങ് മുറിച്ച് കളയുവാണേ. മുറിച്ച് കളയണ്ട, നമുക്കിത് ഈ ചെടിയുടെ ചുവട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതൊരു പൊത പോലെ പ്രവർത്തിച്ചോളും. മാത്രമല്ല അഴുകുമ്പോൾ അതൊരു നല്ല വളമായി മാറുകയും ചെയ്യും. ഇപ്പം ഞാൻ ചുവട്ടിലെ 3-4 ഇലകളെ ഇങ്ങോട്ട് മുറിച്ചിട്ടു. എന്നാലും ഇവിടെ വേരൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതങ്ങനൊക്കെ തന്നെയാണേ. അപ്പം ഞാൻ ചെയ്യുന്നത് ഇത് ചാണകപ്പൊടിയാണേ. ചാണകപ്പൊടി തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും കമ്പോസ്റ്റ് വളം. ആ കമ്പോസ്റ്റ് വളം ആ വേര് മൂടത്തക്ക രീതിയിൽ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടാണേ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ വളവിടിയിലുമായി മണ്ണിടിയിലുമായി അതങ്ങ് ഒരുമിച്ച് നടക്കുകയും ചെയ്യും. കണ്ടോ, ഇങ്ങനെ നമ്മളിതിന് മണ്ണിട്ട് കൊടുക്കും. അതുപോലെ കുക്കുംബറിൻ്റെ ചെടിക്ക് നന്നായിട്ട് വെള്ളവും വേണ്ടതാണേ. നമ്മളിപ്പോൾ പറമ്പിലാണ് നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ഈ സമയത്തെ പോലെയൊക്കെയുള്ള കൊടും ചൂടൊക്കെ ആണെങ്കിൽ 1-2 ദിവസമാണെങ്കിലും വെള്ളം കൊടുത്താൽ മതി. നമ്മൾ പറമ്പിൽ നട്ടുപിടിപ്പിക്കുന്ന സാലഡ് കുക്കുംബറിനാണെങ്കിൽ. അതേസമയം നമ്മൾ ഇതേപോലെ പാത്രത്തിനകത്തും ഗ്രോ ബാഗിനകത്തും ടെറസ് പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥലത്തൊക്കെ നട്ടുപിടിപ്പിക്കുമ്പം എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം. പ്രത്യേകിച്ച് വള്ളി വീശുമ്പോഴും പൂവിടുന്ന അവസരത്തിലുമാണ് നമ്മൾ വളം കൊടുക്കേണ്ടതും നന്നായി വെള്ളം കൊടുക്കണ്ടും. ഈ പൂ വിട്ട് തുടങ്ങുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ പൂ ഉണ്ടായി നിൽക്കുന്ന സമയത്താണെങ്കിൽ കുക്കുംബറിൻ്റെ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം. ഈ വെള്ളം കുറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ രീതിയിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് സാലഡ് കുക്കുംബറിൻ്റെ കായ്കൾക്ക് ചില സമയങ്ങളിലൊക്കെ കയ്പ്പ് വരാറുണ്ട് എന്ന് പലരും ഇങ്ങനെ പരാതി പറയാറുണ്ട് കേട്ടോ. ഇതിൻ്റെ തൈകളെ ഞാൻ വാങ്ങിച്ച് നട്ടതൊന്നുമല്ല. ഇത് നമ്മളെ നിങ്ങൾക്ക് തരുന്ന വിത്തുകളുണ്ടല്ലോ, ആ വിത്തുകൾ തന്നെ ഞാൻ പാകി മുളപ്പിച്ചെടുത്തതാണ്. ഇത് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ വിത്തുകളാണ്. ഇവരെ ഞാൻ പാകി മുളപ്പിച്ചെടുക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് നമ്മൾ വിത്തുകൾ പാകി മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മീഡിയമാണ്. കഴിഞ്ഞ ദിവസം ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. ഇതെന്നാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇത് മുളപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം പ്ലാവിലക്കകത്താണേ. കാരണം എനിക്കിവിടെ കുറച്ച് പാത്രങ്ങളെ പാകി മുളപ്പിക്കാനുള്ളൂ. അതെല്ലാം തന്നെ ഓരോ സാധനങ്ങൾ പാകി വെച്ചിരിക്കുവാണ്. അപ്പോൾ അത് കാലിയാകണം അടുത്തത് വെക്കണമെങ്കിൽ. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടി ഞാൻ ഈ പ്ലാവില ഇങ്ങനെ നമ്മൾ കുമ്പിള് കൂട്ടുകയല്ലേ, കുമ്പിളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുമ്പിള് കൂട്ടും, അതേപോലെ ഇങ്ങനെയൊരു ഒന്ന് കോട്ടിയെടുത്തിട്ട് അതൊരു ഈർക്കിലി വെച്ചാൽ സെറ്റിപ്പനോ അല്ലെ മുട്ടുസൂചിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതിൻ്റെ അടിയിൽ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്നതിനുള്ള ഹോളും ഉണ്ട് കണ്ടോ. അപ്പം ഞാൻ അതിനകത്തോട്ട് ഇത് ഞാൻ നനച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ നനച്ച് വെച്ചിരിക്കുന്ന ഈ മീഡിയം ഇതിനകത്തോട്ട് നിറയ്ക്കുവാണേ. കണ്ടോ, ഇങ്ങനെ നിറച്ചിട്ട് ഇതിനകത്തൊരു ചെറിയ കുഴി ഉണ്ടാക്കി ഞാൻ 3 എടുത്തേക്കാം. 3 വിത്താണ് ഇടുന്നത്. ചിലത് കിളുക്കാതെയൊക്കെ പോകും, അതുകൊണ്ടാണ് നമ്മൾ 3 ഇടുന്നത്. ഇത് നനഞ്ഞ മാധ്യമമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെള്ളം കൊടുക്കാത്തത്. ഇനി ഇതിങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെള്ളം തളിച്ച് തണലത്ത് വെക്കണം കേട്ടോ, എന്നാലേ ഇത് കിളുത്ത് വരത്തുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ ബാക്കിയുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു 3 വെച്ചിട്ടാണെങ്കിൽ ഒരു 3 കൂടെ കൂട്ടാനുള്ള അത്രയുണ്ട്. അത് ഞാൻ കൂട്ടിയിട്ട് കാണിക്കാവേ. ഇതുപോലെ നമ്മൾ വിത്ത് പാകി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ? ഒട്ടും വെള്ളം തങ്ങി നിൽക്കാതെ മുഴുവനും പോവുകയും ചെയ്യും. പക്ഷെ മറിഞ്ഞു പോകാത്ത വിധത്തിൽ എവിടെയെങ്കിലും ചാരി വേണം
ഇതേപോലത്തെ പാത്രത്തിനകത്താകുമ്പം നമ്മൾ ഈ വിത്ത് മുളപ്പിക്കാനായിട്ട് വെക്കാനേ ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇവർ കിളുത്ത് വരും. അപ്പോൾ ഈ കിളുത്ത് വന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പാകി വെച്ച സാലഡ് കുക്കുംബറിൻ്റെ തൈകളാണേ. ശരിക്കും പറഞ്ഞാൽ 2 ഇലയെ വന്നിട്ടുള്ളൂ. നമ്മൾ സാധാരണ 4 ഇലയാകുമ്പോഴാണ് മാറ്റി നടുന്നത്. പക്ഷേ ഇവർക്ക് അത്രയും ദിവസം കൂടെ ഇതിനകത്ത് നിന്ന് വളരാനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവരെ അങ്ങോട്ട് മാറ്റി നടുക. ഇതേ പടി എടുത്ത് നടുമ്പം അവരറിയത്ത് പോലുമില്ല നമ്മളിവരെ മാറ്റി നട്ടത്. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ ഇതിനകത്തെ മണ്ണ് ഒരുക്കിയിട്ടിരിക്കുവാണേ. ഡോളമൈറ്റൊക്കെ ഇട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന മണ്ണാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഈ ചെടിയെ ഒന്ന് നട്ടു കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കണ്ടോ, ഇതിൻ്റെ മണ്ണിളക്കം കണ്ടോ, ഇതുപോലെ മണ്ണിളക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ഇടുന്നത് ചാണകപ്പൊടിയാണേ. ഇത് കണ്ടോ, ഇതുപോലെ ചാണകപ്പൊടി ഇടും. ആ ചാണകപ്പൊടി ഇട്ടിട്ട് ഇത് കണ്ടോ, ഇതുപോലെ പാത്രത്തിനകത്തിരിക്കുന്ന ചെടിയുടെ നമുക്കിതിനെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ നമ്മളൊന്ന് കുനിച്ചാൽ മതി. കണ്ടോ, ഒട്ടും വേര് പോകാതെ നമുക്ക് കിട്ടും. ഇച്ചിരി ആഴത്തിൽ കുഴിച്ചിട്ടാണ് ഞാൻ നടുന്നത്. കാരണം ഇതിൻ്റെ ചോട്ടിലോട്ട് കൂടുതൽ മണ്ണിനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം തന്നെ ഒത്തിരി മണ്ണിട്ട് കൊടുക്കണ്ട. ഇപ്പം ആ കിടക്കുന്ന അത്രയും മണ്ണ് മതി. അപ്പോൾ അതേപോലെ ഇതിനകത്തോട്ട് വേറൊരു ചുവടും കൂടെ, 2 ചുവടാണ് ഞാൻ ഈ പാത്രത്തിൽ നടുന്നത്. ഒരു ചുവടും കൂടെ നമുക്ക് മാറ്റി നടാം. വേനൽ മഴയ്ക്കുള്ള ഒരുക്കം ഇവിടെ കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ വേനൽ മഴ കിട്ടി തുടങ്ങിയോ? ഇത് പെയ്യുമോയെന്നറിയത്തില്ല, ഭയങ്കര ഒരുക്കമൊക്കെ ഉണ്ട്. ഇന്നലെ ഇതേപോലെ ഇടി വെട്ടുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ മഴ കിട്ടിയില്ല ഞങ്ങൾക്ക്. ആ ഏറ്റുമാനൂരിനപ്പുറത്തോട്ടാണെങ്കിൽ എന്നും മഴ കിട്ടും. അപ്പം ഞാൻ ഇതേപോലെ ഒരു കുഴിയും കൂടി ഇവിടെ ഉണ്ടാക്കിയേ. അപ്പം ഇതിനകത്തോട്ട് ഇവിടെ ഒരു ചുവട് പാവൽ ഇവിടെ നിൽപ്പുണ്ട്. അതായത് ഇതിനകത്ത് മൊത്തം ഞാൻ ക്ലിയർ ചെയ്യാതെ നിന്ന് അതിൻ്റെ വേരായി പോയിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു കുറച്ച് ചാണകപ്പൊടി ഇതിനകത്തേക്ക് ഇടുവാണ്. ഈ ചാണകപ്പൊടി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്യൂഡോമോണാസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഈ ചെടിയെ കൂടെ ഇളക്കി ഇതിനകത്തോട്ട് നടുക. ഒന്നും ചെയ്യുന്നില്ല, ഈ ചാണകപ്പൊടി ഇട്ടത് മാത്രമേ ഉള്ളൂ. അതിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കുക. ഇനി ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും പെടന്ന് പോകാതിരിക്കാനും മാത്രമുള്ള മണ്ണ്. ഒത്തിരി മണ്ണിട്ട് കൊടുക്കരുത്. ഇത് ചെറിയ ചെടിയല്ലേ, അതിൻ്റെ മുകളിലോട്ട് മണ്ണ് വന്നങ്ങ് മൂടിപ്പോവും. അങ്ങനെ വേണ്ട. ഇനി നമുക്ക് വീണ്ടും സൈഡിൽ നിന്ന് കൂട്ടി കൊടുക്കാം. ആദ്യം ഇത്രയും മണ്ണിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം എനിക്ക് 2 പാത്രം കാലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഏതെങ്കിലും വിത്തുകളെ പാകി വെക്കാനായിട്ട് പറ്റും. സാലഡ് കുക്കുംബറിൻ്റെ തൈകൾക്ക് പെട്ടെന്ന് കീടശല്യം വരുന്നതാണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ചെടിയുടെ ഈ ഭാഗമെല്ലാം കരണ്ട് തിന്നിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ ഇല കൂടിയിരുന്നപ്പം നിവർത്തി വിട്ടതാണേ. പുഴുക്കളുടെ ശല്യം പെട്ടെന്ന് വരുന്ന ഒരു ചെടിയാണ് സാലഡ് കുക്കുംബർ. അതുപോലെ ആമവണ്ടിൻ്റെ ഒക്കെ ശല്യം വരുന്നത്. ഇത് കണ്ടോ, ഈ ഭാഗം അരികു കണ്ട് തിന്ന് തീർത്തിരിക്കുവാണേ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം സാലഡ് കുക്കുംബറിൻ്റെ ചെടിക്ക് ഏതെങ്കിലും ജൈവ കീടനാശിനി നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബിവേറിയയാണേ. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ബിവേറിയ, ഇത് ചെറിയ പാക്കറ്റ് 100 ഗ്രാമിൻ്റേതിന് 25 രൂപ, ചിലടത്തൊക്കെ 30 രൂപയും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ നിറച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ആദ്യം ഇത് തീരെ നൈസായ പൊടിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇത് വെള്ളത്തിനകത്ത് അങ്ങോട്ട് അലിഞ്ഞു ചേരത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല പോലെ ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കാവുള്ളൂ, അല്ലെ ഇത് ശരിക്കും കലങ്ങത്തില്ല. ഇനി ആ പേസ്റ്റ് പോലെ ആക്കിയതിനകത്തോട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നന്നായിട്ട് അത് ലയിച്ച് കിട്ടും. ഈ ലയിച്ച് കിട്ടിയതിനെ നമ്മളൊന്ന് അരിച്ചെടുത്തോണം. സ്പ്രേ ചെയ്യാനാണെങ്കിൽ, തളിച്ചു കൊടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഈ കപ്പിനകത്തോട്ട് ഞാൻ അരിക്കുവാണേ. അപ്പോൾ ഇത് മൊത്തം ഒഴിച്ചു. ഇനി ബാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു കുപ്പിക്കകത്തോട്ട് ഞാൻ മാറ്റുവാണേ. അപ്പം ഞാൻ സ്പ്രെയർ വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് നല്ല പോലെ അങ്ങോട്ട് തളിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ബിവേറിയ ഉപയോഗിക്കുന്നത് വൈകുന്നേരങ്ങളിലാകുന്നതാണ് നല്ലത്. അപ്പം വെയിലും ചൂടും കുറവുണ്ട്. നല്ല ചൂട് സമയത്ത് ബിവേറിയ അടിച്ചു കൊടുത്താൽ അതിൻ്റെ പ്രയോജനം കിട്ടത്തില്ല കേട്ടോ. ചൂട് കൂടുമ്പം ബിവേറിയയുടെ ഗുണം നഷ്ടപ്പെടും. അപ്പം നമുക്ക് നല്ല പോലെ ചെടിയുടെ ഇലകളുടെ അടിയിലും മുകളിലും തണ്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിർബന്ധമായും നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് കായകൾ ഉണ്ടായി കിട്ടത്തുള്ളൂ.
അപ്പോൾ ഇതേപോലെ നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ച് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ എങ്കിലും വളവും കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു 50-55 ദിവസം കൊണ്ട് കായകൾ പറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിലിങ്ങനെ ചെറുതായിട്ട് പൂക്കളുണ്ടായി തുടങ്ങുന്ന പ്രായമേ ആയിട്ടുള്ളേ. ആദ്യം വരുന്നതെല്ലാം ആൺപൂക്കളാണ്. ഇതിനകത്ത് ആൺപൂക്കളാണ് വരാൻ തുടങ്ങിയിരിക്കുന്നത്. പെട്ടെന്ന് നിറയെ പൂക്കളും കായ്കളും വരാനായിട്ട് നമുക്കൊരു കിടിലൻ വളമുണ്ടേ. അത് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കിയില്ലേ, ദോശമാവ് ഉണ്ടാക്കിയപ്പം മിച്ചം വന്ന ഒരു ശകലം ഞാൻ വെള്ളത്തിനകത്ത് കലക്കി ഇതിനകത്ത് വെച്ചിരിക്കുന്നതാണേ. അപ്പം ഞാനത് നല്ല പോലെ കൈകൊണ്ട് ഇളക്കി ഒരു 2-3 ദിവസം പുളിപ്പിച്ച മാവാണേ. പുളിപ്പിച്ചെന്ന് പറയണ്ട, പുളിച്ചതാണെന്ന് പറയാം. അങ്ങനെ ഇരുന്ന് പുളിച്ച മാവിനെ കുറച്ച് മാത്രം, വളരെ കുറച്ചാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ഒരു ചിരട്ട നിറച്ചുള്ള ചാരമുണ്ടേ, ആ ചാരം കൂടെ ഞാൻ ഈ മാവിനകത്തേക്ക് ഇടുവാണേ. എന്നിട്ട് ഇനി ഇത് നല്ല പോലെ വെള്ളത്തിനകത്ത് കലക്കിയെടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിക്കുവാണേ. കണ്ടോ, ഇങ്ങനെ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇതിനകത്ത് വല്ല കമ്പും കാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങ് കളയാം. കരിക്കട്ടയൊന്നും ഉണ്ടെങ്കിൽ കളഞ്ഞില്ലേലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ല നേർപ്പിച്ചെടുക്കണം. അരിമാവ് കുറുകുറാന്ന് കലക്കി ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്, അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇതിനകത്തെ കരിക്കട്ടയെല്ലാം ഞാൻ ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കുവാണേ. ഇവിടെ 2 ചുവടാണ് ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം മണ്ണിട്ട് കൊടുത്തതിനൊഴിക്കുവാണ്. അതിനുശേഷം അതിന് മുമ്പിൽ വേറൊരു ചൂടും കൂടെ ഉണ്ടേ, അതിനും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരൊറ്റ വളപ്രയോഗം മതി. ഇത് ഒരുമാതിരി വളർന്ന് വള്ളി വീശി പ്രായമായ ചെടികൾക്ക് നിറയെ പെൺപൂക്കളും വരും, നിറയെ കായ്കളും വരും. അപ്പോൾ എല്ലാവരും ഇതേപോലെ സാലഡ് കുക്കുംബർ വളർത്തുന്നവരൊന്ന് ചെയ്തു നോക്കണം. ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ സാലഡ് കുക്കുംബർ വളർത്താനും സാലഡ് കുക്കുംബർ കഴിക്കാനും നല്ല സമയമാണ്. അപ്പോൾ എല്ലാവരും വളർത്തണം, ഈ വളപ്രയോഗം ചെയ്തു നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കാനും മറന്നു പോകരുത്. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.